إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും മുറുകെ പിടിച്ച് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാമിക ഈമാനികമായ ജീവിതത്തിന്റെ തുടക്കവും അതിന്റെ വളർച്ചയും അതിന്റെ ഒടുക്കവുമെല്ലാം രണ്ട് ഷഹാദത്ത് കലിമയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ് ഇല്ല, അള്ളാഹു മാത്രമാകുന്നു ഇലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിങ്കൽ നിന്നുള്ള റസൂലാകുന്നു എന്ന് പറയുന്ന രണ്ട് സാക്ഷ്യവചനങ്ങളെ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രയോഗിച്ച് ആ നിലയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് മാത്രമാണ് ശരിയായ മുസ്ലിം മുഅ്മിൻ എന്ന് നമ്മൾ പറയുക. അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇസ്ലാമും ഈമാനും ബാത്തിലായി തീരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാക്ഷ്യവചനങ്ങളുടെ അന്തസാരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ മുസ്ലിമായി ജീവിക്കുന്ന ഓരോ മനുഷ്യനും അടിസ്ഥാന കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷഹാദത്തിനെ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പൊ അള്ളാഹു മാത്രമാകുന്നു ഇലാഹ്. ലാ ഇലാഹ, ഇലാഹായിട്ടില്ല. ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ഒരാളും ഇലാഹാകുവാൻ, ആരാധിക്കപ്പെടുവാൻ തരപ്പെട്ടവനായിട്ടില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ഇലാഹാകുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അൽ മഅബൂദ് ബിഹഖ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അവനാകുന്നു സാക്ഷാൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആരാധിക്കപ്പെടുവാൻ യഥാർത്ഥത്തിൽ മുസ്തഹിഖായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്തുകൊണ്ട് അള്ളാഹു മാത്രം ആരാധനയ്ക്ക് യോഗ്യനും മുസ്തഹിഖുമായി അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ഒന്നിനും അതിന് യഥാർത്ഥത്തിൽ അർഹതയില്ലാത്തത് എന്തുകൊണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ അടിസ്ഥാനമായ പാഠം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായി തീർന്നത്, അതിന്റെ അവകാശം അള്ളാഹുവിനുള്ള മാത്രമായത് എന്തുകൊണ്ട്, അതിന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ന്യായങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ എന്താണ്? അള്ളാഹു റബ്ബാണ്, അള്ളാഹു ഖാലിഖാണ്. അള്ളാഹു മാത്രമാകുന്നു റബ്ബ്, അള്ളാഹു മാത്രമാകുന്നു ഖാലിഖ്.
അള്ളാഹു അല്ലാത്തൊരു ഖാലിഖില്ല, അള്ളാഹു അല്ലാത്തൊരു റബ്ബില്ല എങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കപ്പെടുകയും ചെയ്തുകൂടാ. അതൊരു സാമാന്യമായ യുക്തിയാണ്. എല്ലാറ്റിനെയും പടക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാരോ അവന് മാത്രമേ ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളൂ. അതല്ലാത്ത ഒരാൾക്കും അതിന് അർഹതയില്ല എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലദീ ഖലഖ ഫസവ്വാ, അല്ലാഹു ഖൽഖ് നിർവഹിച്ചവനാണ്, സൃഷ്ടിച്ചവനാണ്. ഫസവ്വാ, ക്രമപ്പെടുത്തിയവനാണ്. സൃഷ്ടിക്കുക മാത്രമല്ല, എല്ലാറ്റിനും അതിൻ്റെതായ വ്യവസ്ഥകളും കാര്യങ്ങളും നിശ്ചയിച്ചവൻ അവനാണ്. അതിലൊന്നും വേറെ ആർക്കും പങ്കാളിത്തമില്ല. വല്ലദീ ഖദ്ദറ ഫഹദ, എല്ലാറ്റിനും ആവശ്യമായ കാര്യങ്ങൾ തഖ്ദീർ ചെയ്യും. ഇന്നതൊക്കെ ഇന്ന പ്രകാരമായിരിക്കണം എന്നുള്ള നിശ്ചയങ്ങൾ അല്ലാഹു തആല വെച്ചതാണ്. ഫഹദ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ജീവിതത്തിന്റെ മാർഗദർശനങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയത് അള്ളാഹുവാണ്. ഇപ്പൊ ദുനിയാവിൽ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടികൾക്കൊക്കെ കൃത്യമായ ഒരു ജീവിതത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്, തെറ്റുപറ്റാത്ത ഒരു വ്യവസ്ഥയുണ്ട്. അത് ആരും കിതാബ് നോക്കി പഠിച്ചതല്ല, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ജീവിതത്തിൽ നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുകയാണ്. ഒരു കാക്ക അത് കൂട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതിന് പ്രത്യേകമായ ഒരു രീതിയുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യും. അതങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടാണ്. കാക്ക എന്ന് പറയുന്ന ജീവി ജനിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് അതിന്റെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആദ്യമേ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത് ചെയ്യും. കുരുവി കൂടുണ്ടാക്കുന്നു. കുരുവി കൂടുണ്ടാക്കുന്ന എല്ലാ ജീവികളും മേലോട്ടാണ് കൂടുണ്ടാക്കുക. കുരുവി വളരെ സുന്ദരമായി താഴോട്ടാണ് കൂടുണ്ടാക്കുക. എന്തേ കുരുവി ചെയ്യുന്നത് പോലെ എന്തേ കാക്കക്ക് ചെയ്യാൻ പറ്റാത്തത്? കാക്ക ചെയ്യുന്നത് പോലെ എന്തേ കുരുവി ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പ്രോഗ്രാമിംഗ്. അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതനുസരിച്ച് മാത്രമാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത് അല്ലാഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല, അല്ലദീ ഖലഖ ഫസവ്വാ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, അതിനെ സമപ്പെടുത്തി ക്രമീകരിച്ചു. വല്ലദീ ഖദ്ദറ, ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട അവധിയും എല്ലാ കാര്യങ്ങളും തഖ്ദീറാക്കുകയും ഫഹദാ, അതിനാവശ്യമായ ജീവിത നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തവൻ ആരാ? അല്ലാഹുവാണ്. ഇതിലൊക്കെ വേറെ ആർക്കെങ്കിലും വല്ല പങ്കാളിത്തമുണ്ടോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരാധിക്കപ്പെടുന്ന ആർക്കെങ്കിലും ഇപ്പറഞ്ഞ വല്ല കാര്യങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ അതൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും ആവശ്യമില്ല. വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. അതേപോലെ തന്നെ അള്ളാഹു മാത്രമാകുന്നു ഇലാഹ്, ആരാധിക്കപ്പെടേണ്ടവൻ. അവൻ മാത്രമാകുന്നു ഇബാദത്തിന് മുസ്തഹിഖായിട്ടുള്ളവൻ എന്നതിന് ഒരുപാട് കാരണങ്ങൾ വളരെ യുക്തിസഹമായി വേറെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിങ്കൽ നിന്നാണ് ഉണ്ടാകുന്നത്. അള്ളാഹു അന്നാഫി അള്ളാറാണ്. നാഫിയും ലാറും അള്ളാഹു മാത്രം. നഫാന്നെന്താ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് പ്രയാസകരമായ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്ന സംഗതികളും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഈ പ്രപഞ്ചത്തിലുണ്ടാകും. അതൊക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്? അത് അള്ളാഹുവിന്റെ തഖ്ദീർ അനുസരിച്ചും അവന്റെ മശിയത്ത് അനുസരിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിൽ അവസാനത്തെ കാര്യം എന്തായത്? വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളും, എല്ലാ കാര്യങ്ങളും, അത് ഹൈറാകട്ടെ ഷർറാകട്ടെ. ഹൈറ് ഷെർ എന്ന് പറഞ്ഞാൽ ആപേക്ഷിക്കാണ്. എനിക്ക് ഹൈറായ ഒരു കാര്യം നിങ്ങൾക്ക് ഷർറായിരിക്കും, നിങ്ങൾക്ക് ഷർറായ ഒരു കാര്യം എനിക്കൊരു ഹൈറായിരിക്കും. ആപേക്ഷികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ആകട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിങ്കൽ നിന്നാണ്. അന്നാഫിയു വല്ലാർ ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നഫ് നമ്മൾ തേടേണ്ടത് എവിടെയാ? അള്ളാഹിനോടാണ്. പ്രയാസങ്ങൾ നമുക്ക് തടഞ്ഞു കിട്ടണം. ആരോടാ പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവാണ് നഫ് ചെയ്യുന്നതെങ്കിൽ നഫ് ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്. അള്ളാഹുവാണ് പ്രയാസങ്ങളെ തടയുന്നതെങ്കിൽ അത് ചോദിക്കേണ്ട ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പൊ അള്ളാഹു മാത്രമാണ് ചോദിക്കപ്പെടാൻ അഥവാ പ്രാർത്ഥിക്കപ്പെടാൻ, ആരാധിക്കപ്പെടാൻ യോഗ്യൻ. എന്തുകൊണ്ട്? അവനാണ് അന്നാഫി വല്ലാർ. വേറെ ആർക്കും അതിന് അധികാരമില്ല. എന്നാൽ മനുഷ്യൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ചില ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഇന്നാലിന്ന വ്യക്തികൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. അവർക്ക് നമുക്ക് ഗുണങ്ങൾ വരുത്താനും കഴിയും, ദോഷങ്ങൾ ഇല്ലാതാക്കാനും കഴിയും. ഗുണദോഷങ്ങളെ വരുത്താനും ഗുണദോഷങ്ങളെ ഇല്ലാതാക്കാനും ഉള്ള കെൽപ്പും അധികാരവും
വേറെ ചില ആൾക്കൊക്കെയോ ഉണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത്തരം ആളുകളെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ അധ്യായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി അടച്ചു കളയുന്ന വളരെ യുക്തിഭദ്രമായ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. ചില നമ്മൾ ശ്രദ്ധിക്കാം. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. ഇത്തഖദൂ അവർ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനിഹി അല്ലാഹുവിന് പുറമെ അവർ എടുത്തിരിക്കുന്നു ആലിഹതൻ ആരാധ്യന്മാരെ, ആരാധിക്കപ്പെടുന്നവരെ. അപ്പൊ അള്ളാഹുവിന് പുറമെ വേറെ കുറെ ആരാധ്യന്മാരുണ്ട്, അവർ ആരാധിക്കപ്പെടുന്നവരെ കുറെ ആരാധ്യന്മാരെ അവർ എടുത്തിരിക്കുന്നു. അവരാകട്ടെ ലാ യഖ്ലുഖൂന ശൈഅൻ ഒന്നിനെയും സൃഷ്ടിച്ചവരല്ല, വഹും അവരാകട്ടെ യുഖ്ലഖൂൻ സൃഷ്ടികളുമാണ്. അള്ളാഹുവിന് പുറമെ മനുഷ്യൻ ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ അവയൊക്കെ എന്താണ്? സൃഷ്ടാക്കളല്ല. ആരും ഒന്നിനെയും സൃഷ്ടിച്ചവരല്ല. ഒരു ഈച്ചയുടെ ചിറക് പോലും ആരും സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിച്ചവരല്ല ആരും ആരാധിക്കുന്നത്. മാത്രല്ല വഹും യുഖ്ലഖൂൻ അവരെന്നെ സൃഷ്ടികളാണ്. അപ്പൊ സൃഷ്ടിയെ ആരാധിക്കുക എന്ന് പറഞ്ഞത് യുക്തിദോഷമാണ്. ചിന്തിക്കാൻ പോലും പറ്റാം കഴിയാത്ത കാര്യമാണ്. സൃഷ്ടി ആരാണ് ആരാധിക്കേണ്ടത്? സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. മറിച്ച് സൃഷ്ടികൾ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാണ്. മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സാധനത്തെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ മറമാടി വന്നിട്ടുള്ള ആ ഖബറിനെ മനുഷ്യൻ ആരാധിക്കുന്നു. സൃഷ്ടിയാണ്. ഇനി അതുപോട്ടെ, വേറെ നിലയ്ക്ക് ജീവിച്ചിരിക്കുന്നവരായ ആളുകളാകട്ടെ, അവരാരാ? അതും സൃഷ്ടികളാണ്. മനുഷ്യൻ ആൾ ദൈവങ്ങളെ പൂജിക്കുന്നു, അവരാരാണ്? സൃഷ്ടിയാണ്. ആരുടെ സൃഷ്ടിയാണ്? അള്ളാന്റെ സൃഷ്ടിയാണ്. അവര് വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും ആരെയും ഒന്നിനെയും സൃഷ്ടിച്ചില്ല. അവരൊക്കെ സൃഷ്ടികളാണ്. അപ്പൊ സൃഷ്ടികളെയാണ് മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിന് പകരമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യുക്തിശൂന്യമാണ്. വലാ യംലികൂന എന്നിട്ട് പിന്നെ പറയുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട വിഷയം. വലാ യംലികൂന ലിഅൻഫുസിഹിം ലർറൻ വലാ നഫഅ. നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ആരെയാണോ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്, ആരിൽ നിന്നാണോ നിങ്ങൾ ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അവരാകട്ടെ ലാ യംലികൂന ഉടമപ്പെടുത്തുന്നവരില്ല, ലിഅൻഫുസിഹിം അവർക്ക് തന്നെ ലർറൻ വലാ നഫഅ ഏതെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ. സ്വന്തം നിലക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഏൽപ്പിക്കുവാൻ സ്വയം ഉടമപ്പെടുത്താത്തവരായ ആളുകളാകുന്നു അവർ. എന്ന് പറഞ്ഞാൽ ഉപകാരത്തെ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപകാരകരമായ കാര്യങ്ങൾ സ്വയം ഉണ്ടാക്കാൻ, തനിക്ക് ഉപകാരപ്പെട്ട കാര്യം ഇന്നതാകുന്നു, അത് എനിക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയും എന്നൊരാൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇന്നാലിന് ബുദ്ധിമുട്ട് വരാണ്ട് ആ ബുദ്ധിമുട്ടിനെ സ്വയം തന്നെ തടുക്കാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുക. ആ നിലക്ക് സ്വന്തം നിലക്ക് ഉപകാരങ്ങളെ ഉണ്ടാക്കാനോ ഉപദ്രവങ്ങളെ തടുക്കാനോ ഉള്ള കഴിവ് ഉടമപ്പെടുത്താത്തവരായ ആളുകളെയാണ്, അങ്ങനെയുള്ള സൃഷ്ടികളെയാണ് മനുഷ്യൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. വലാ യംലികൂന അവരുടമപ്പെടുത്തുന്നില്ല മൗതൻ മരണത്തെ ഉടമപ്പെടുത്തുന്നില്ല, വലാ ഹയാത്തൻ ജീവിതത്തെ ഉടമപ്പെടുത്തുന്നില്ല, വലാ നുശൂറ ഉയർത്തെഴുന്നേൽപ്പിനെയും ഉടമപ്പെടുത്തുന്നില്ല. എന്നാൽ ഇതൊക്കെ ഉടമപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹുവാണ്. ആരാണ് മനുഷ്യന്മാർക്ക് ജീവൻ നൽകുന്നത്, സൃഷ്ടിജാലങ്ങൾക്ക് ജീവൻ നൽകുന്നത്? അള്ളാഹുവാണ്. ആരാണ് മരിപ്പിക്കുന്നത്? അള്ളാഹുവാണ്. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. എന്നാൽ മനുഷ്യൻ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സൃഷ്ടികൾക്ക് മനുഷ്യനെ ഹയാത്ത് കൊടുക്കാൻ പറ്റുമോ? മനുഷ്യനെ മരണം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. എന്നാൽ മനുഷ്യനെ പക്ഷെ കാരണമാകാം, അത് വേറൊരു വിഷയം. അപ്പൊ ഇവിടെ വലാ യംലികൂന മൗതൻ മരണത്തെ ഉടമപ്പെടുത്താത്തവരാണ്, വലാ ഹയാത്തൻ ജീവിതത്തെ ഉടമപ്പെടുത്താത്തവരാണ്, വലാ നുശൂറ ഇനി മരിച്ചൊന്നിനെ ജീവിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ വല്ല കഴിവ് അവർക്കുണ്ടോ? അതുമില്ല. അപ്പൊ ഇതൊന്നും ചെയ്യാത്തവരായ ആളുകളെയാണ് അള്ളാഹുവിന് പകരമായി ആരാധ്യന്മാരായി പ്രാർത്ഥിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും യോഗ്യന്മാരായി ചില ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരാകട്ടെ അവരുടെ കാര്യത്തിൽ തന്നെ ഗുണദോഷങ്ങളെ ഉടമപ്പെടുത്തുന്നവരല്ല. ഇനി അടുത്ത ആയത്ത്, ഖുൽ നബിയെ താങ്കൾ പറയുക, അതഅ്ബുദൂന മിൻ ദൂനില്ലാ അള്ളാഹുവിന് പുറമെ വേറെ വല്ലതിനോട് നിങ്ങൾ ആരാധിക്കുകയാണോ? അതഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുകയാണോ മിൻ ദൂനില്ലാ അള്ളാഹുവിന് പുറമെ വല്ലവരെയും? മാ ലാ യംലികു ലക്കും നഫഅൻ വലാ ളറ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനോ നിങ്ങളിൽ നിന്നൊരു പ്രയാസത്തെ നീക്കാനോ കഴിയാത്തവരായ ആളുകളെയാണോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പൊ മനുഷ്യനത് ചെയ്യുന്നുണ്ട്. എന്ത്? ഇന്ന ആളുകളിലൂടെ എനിക്ക് ഉപകാരം കിട്ടാനുണ്ട്, ഇന്ന ഖബറിന്റെ അടുക്കൽ പോയി അവിടെ ഒരു നേർച്ച വെച്ചാൽ എന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നൊരാൾ വിശ്വസിക്കുക.
അല്ലെങ്കിൽ ഇന്ന വിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇന്ന സംഗതി നിവേദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഉപകാരം കിട്ടാനുണ്ടെന്ന് വിശ്വസിക്കുക, എന്നെ പ്രയാസങ്ങൾ നീങ്ങാനുണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നു മനുഷ്യൻ. അതുകൊണ്ടാണ് ഖുർആൻ തിരുത്തുന്നത്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ, അവരാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഉടമപ്പെടുത്തുന്നില്ല, ഉപകാരമോ വല ലറൻ ഉപദ്രവമോ, ഒരു ഉപകാരവും ഉപദ്രവവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? വല്ലാഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ്. ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്താണ്? ഉപകാരോപദ്രവങ്ങളെ ഉടമപ്പെടുത്താൻ കഴിയാത്തവരെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്നതാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വയഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു മാ ലാ യളുറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തതിനെ. അപ്പൊ അള്ളാഹുവിന് പുറമെ ആരൊക്കെ ആരാധിക്കുന്നു, ആരാധിച്ചാലും ശരി, ആരോട് സങ്കടം പറഞ്ഞാലും ശരി, ആരോട് പ്രാർത്ഥിച്ചാലും ശരി, നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് ഒരു ഉപകാരത്തെ ഒരു ഉപകാരത്തെ കൊണ്ടുവരാനോ നിങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവത്തെ നീക്കാനോ കഴിയുന്നവരല്ല, അത് ഉടമപ്പെടുത്തുന്നവരല്ല അവർ. അത് ഉടമപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹ് മാത്രാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിനോട് ചോദിക്കണം. ഇതൊരു സാമാന്യ യുക്തിയാണ്. ഇങ്ങനെ വാദിച്ചവരായ ആളുകൾ, അള്ളാഹുവിന് പുറമെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്തവരായ ആളുകളെ ആരാധിക്കുന്നവർ പറയുന്ന എന്താ? ഇവരൊക്കെ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പല കാര്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന പോലെ വിശ്വാസം. ഖുൽ, നബിയെ അവരോട് താങ്കൾ പറയുക, തുനബ്ബിഊനല്ലാഹ്, അല്ല നിങ്ങൾ അള്ളാഹ്ക്ക് അറിയിച്ചു കൊടുക്കാണോ? ആകാശങ്ങളിലോ ഭൂമികളിലോ ഉള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യം അള്ളാഹ്ക്ക് അറിയിച്ചു കൊടുക്കാണ്. മനുഷ്യൻ വിചാരിക്കുന്നത് എന്താ? അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്ത് കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ഇന്ന ആൾക്കാരുണ്ട് എന്ന്. അത് അള്ളാഹ്ക്ക് അറിയില്ല. അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന് ചോദിക്കാനാണ് അള്ളാഹു തആല പറയുന്നത്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ ഈ ശിർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ പങ്കാളിയാക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അതാണ് അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ശിർക്ക്. അത്തരം ശിർക്കുകളിൽ നിന്ന് ഇത് എന്തുമായി ബന്ധപ്പെട്ടാ പറഞ്ഞത്? അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാൻ, ശുപാർശ ചെയ്ത് വാങ്ങിത്തരാൻ കഴിയുന്ന അധികാരമുള്ളവരായ ആളുകൾ ഉണ്ട് എന്ന് മിഥ്യാധാരണ വെച്ചു പുലർത്തുന്നവരായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? അവർ ശിർക്കിലാണ്. അത്തരം ശിർക്കിൽ അള്ളാഹു പരമവിശുദ്ധനാണ്. അള്ളാഹ് അങ്ങനെ ആരെയാക്കി വെച്ചിട്ടില്ല. ഇനി വീണ്ടും ഖുർആൻ പറയുന്നു, ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, രക്ഷാധികാരി ആരാണ്, റബ്ബ് ആരാണ് എന്ന് അവരോട് ചോദിക്കുക നബിയെ. ചോദിച്ചാൽ എന്താ ഉത്തരം? എല്ലാരും നിസ്സംശയം പറയുന്നത് അള്ളയാണ്. അത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളയാകുന്നു എന്നവർ പറയും. എന്നിട്ട് അവരോട് പറയാ, ഖുലില്ല, അള്ളാഹു ആണല്ലേ, അള്ളാഹു ആണല്ലേ എല്ലാറ്റിന്റെയും സൃഷ്ടാവ്, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന റബ്ബ് അവൻ മാത്രമാണല്ലേ. എങ്കിൽ ഖുൽ അഫത്തഖതും മിൻ ദൂനില്ലാഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വേറെ വലിയ സംരക്ഷകന്മാരായ ആളുകളെ ഉണ്ടാക്കിയ എന്തടിസ്ഥാനത്തിലാണ്? ഖുൽ അഫത്തഖതും, നിങ്ങൾ എടുത്തിരിക്കുകയാണോ, മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ഔലിയാ, ഔലിയാക്കന്മാരെ. എന്താ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ സംരക്ഷിക്കാൻ കഴിയുന്നവരായ ആളുകൾ ഉണ്ട് എന്ന് ആരെക്കുറിച്ച് നമ്മൾ വിശ്വസിച്ചാലും അതൊക്കെ എന്താണ്? ഔലിയായ സങ്കല്പമാണ്. അങ്ങനെ ഔലിയാക്കന്മാരെ നിങ്ങൾ സ്വീകരിക്കാണോ? അവരാകട്ടെ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫഅൻ വലാ ളറ, അവരുടെ കാര്യത്തിൽ തന്നെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റാത്തവരാണ്. എന്നിട്ടല്ലേ നിങ്ങളെ കാര്യം ചെയ്യുന്നത്? നിങ്ങളെ കാര്യം നേടിത്തരണമെങ്കിൽ അവരുടെ കാര്യം നേടാൻ അവർക്ക് കഴിയണ്ടേ? അവരുടെ കാര്യത്തിൽ തന്നെ എന്തില്ല, ലാ യംലികൂന ലിഅൻഫുസിഹിം നഫഅൻ വലാ ളറ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ, നബിയെ താങ്കൾ പറയാ, ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്ത അന്ധനും തുല്യമാകുമോ? അം ഹൽ തസ്തവിൽ ളുലുമാത് വന്നൂർ, ഇരുട്ടും വെളിച്ചവും തുല്യമാകുമോ? ഇതെന്തിനെ കുറിച്ചാ പറഞ്ഞത്? അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം ഇലാഹായി കാണുകയും ചെയ്യാന്നുള്ളത് എന്താണ്? അത് മനുഷ്യന്റെ ജീവിതത്തിലെ വെളിച്ചമാണ്. ആ വെളിച്ചവും അള്ളാഹുവിന് പുറമെ വേറെയും ആരാധ്യന്മാരുണ്ട്, പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യന്മാരുണ്ട് എന്ന് വിശ്വസിച്ചാലോ അത് ഇരുട്ടാണ്. ആ ഇരുട്ടും വെളിച്ചവും തുല്യമാകൂല. ആ ഇരുട്ടും വെളിച്ചവും തുല്യമാവുകയില്ല. പിന്നെയോ അം ജഅലൂ ലില്ലാഹി ശുറകാ, അതല്ല അള്ളാഹുവിന് അവർ പങ്കാളികളെ സൃഷ്ടിക്കുകയാണോ? അം ജഅലൂ ലില്ലാഹി ശുറകാ, എങ്ങനെ? ഖലഖൂ കഖൽഖിഹി, അവരും അല്ലാഹ് സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ചത് കൊണ്ടാണോ നിങ്ങൾ പങ്കാളിയാക്കിയത്? ഫതശാബഹൽ ഖൽഖു അലൈഹിം,
അങ്ങനെ അള്ളാഹ് സൃഷ്ടിച്ചത് ഏതാണ്, നിങ്ങൾ പകരക്കാരനായി ആരാധിക്കുന്നവരായ ആൾക്കാർ സൃഷ്ടിച്ചത് ഏത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നോ? അപ്പൊ ആരാധിക്കേണ്ട ആരാണ്? ഖാലിഖിനെയാണ്, സൃഷ്ടിക്കുന്നവനെയാണ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവരായ ആളുകൾ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? അങ്ങനെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിപ്പും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും പരസ്പരം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ആശയക്കുഴപ്പത്തിലായി പോയോ നിങ്ങൾ? അതുകൊണ്ടാണോ, അവർ സൃഷ്ടിച്ചത് കൊണ്ടാണോ നിങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഖുലില്ല, അള്ളാഹു ആകുന്നു എന്ത്? ഖാലിഖു കുല്ലി ശൈ. നബി അവരോട് പറഞ്ഞേക്കുക, ഖുലില്ല, അള്ളാഹു ആകുന്നു ഖാലിഖു കുല്ലി ശൈ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അവനാകുന്നു. വഹുവ, അവൻ അൽ വാഹിദുൽ ഖഹാർ, എല്ലാറ്റിനും കഴിവുടയവനായ, എല്ലാറ്റിനെയും അതിജയിക്കുന്നവനായ ഏകനാകുന്നു, വാഹിദാകുന്നു. അതാണ് അള്ളാഹുവിന്റെ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യമായി പങ്കാളിയായി അവനെ സഹായിക്കുന്നവരോ അവന് നളീറായവരോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഒരാൾക്ക് അങ്ങനെ ഒരു ധാരണ വന്നാൽ തന്നെ ഏതുപോലെ ഈ ഇന്നാലിന്ന വ്യക്തി എനിക്ക് ഇന്ന ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട്, മരണപ്പെട്ട് കഴിഞ്ഞവരായ ആളുകൾക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റും, ഇന്ന സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാൻ പറ്റും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ഇല്ലാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഇത്തരം ആളുകളെ പങ്കാളിയാക്കലാകുന്നു. അതാണ് ഗൗരവപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ ഉണ്ടായാലും എന്തായി, അവന് പിന്നെ ഷഹാദത്തില്ല. ഓമിന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. അവൻ വെറുതെ വാക്കുകൊണ്ട് പറയുന്നു എന്നല്ലാതെ യാതൊരു ഫായിദയുമില്ലാത്ത വാക്കായി അത് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കണം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് എങ്ങനെ ഒരാൾ പുറത്തു പോകുന്നത്, അത് വളരെ ലളിതമായ സംഗതിയാണ്. ഇത്തരം വിശ്വാസങ്ങൾ ഒരാളെ മനസ്സിലേക്ക് കയറി വന്നാൽ തന്നെ അതോടുകൂടി സംഭവിച്ചു. ഇനി വിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, നബിയെ അവരോട് താങ്കൾ ചോദിക്കണം. അങ്ങനെ താങ്കൾ ചോദിക്കുകയാണെങ്കിൽ എന്ത്? മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹ് തന്നെയാണ്. അല്ലാഹ് അല്ലാതെ ആരും ആകാശഭൂമികളുള്ള ഒരു വസ്തുവിനെയും സൃഷ്ടിച്ചവരായിട്ടില്ല. അല്ലാഹ് മാത്രമാകുന്നു സൃഷ്ടാവ്. എങ്കിൽ കുൽ അഫറഅയ്തും, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മാ തദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ പലരോടും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പലതിനെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരട്ടെ എന്ന് നിശ്ചയിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെങ്കിലും ആരാധ്യന്മാര് ആ പ്രയാസങ്ങൾ എന്നെ രക്ഷപ്പെടുത്തോ? അള്ളാഹു താല ഒരു കാര്യം എന്റെ പേരിൽ നിശ്ചയിച്ചു, ഇങ്ങനൊരു പ്രയാസം, ഇങ്ങനെ ബുദ്ധിമുട്ട് വരണമെന്ന് അള്ളാഹു താല എന്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിശ്ചയിച്ച കാര്യത്തെ മാറ്റാൻ നിങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആർക്കെങ്കിലും കഴിയുമോ? ഇനി നേരെ തിരിച്ച്, ഔ അറാദനി ബിറഹ്മ, അള്ളാഹു താല എനിക്കൊരു കാരുണ്യം ചെയ്യണം, ഒരു റഹ്മത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതി, അള്ളാഹു എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ നിങ്ങൾ വിചാരിച്ച ഏതെങ്കിലും ആരാധ്യന്മാർക്ക് കഴിയോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. ബുദ്ധിയുള്ളവൻ എന്താ പറയാ? അങ്ങനെ ഒരാളില്ല. അള്ളാഹു താല ഒരു കാര്യം നിശ്ചയിച്ചാൽ ആ നിശ്ചയിച്ച കാര്യത്തെ തട്ടാൻ ആളില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഇരുന്നിട്ട് നമ്മൾ പറയുന്നൊരു ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത, അല്ലാഹുവേ നീ തന്നതിനെ തടയാൻ ആളില്ല കേട്ടോ, വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചതിനെ തരാനും ഒരാൾക്കും കഴിയില്ല കേട്ടോ. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം, അതാണ് തൗഹീദ്. അള്ളാഹ് തരാൻ വിചാരിച്ചാൽ തടയാനുമല്ല, അള്ളാഹ് തടയാൻ വിചാരിച്ചാൽ തരാനുമല്ല. വേറെ ലോകത്തോരു സൃഷ്ടിക്കും അതിന് കഴിയുക തന്നെയില്ല. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിലോ പിന്നെ എനിക്ക് പറയാനുള്ള എന്താ? ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മതി. അലൈഹി, അവനിൽ യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമർപ്പിക്കുന്നവരായ ആളുകളൊക്കെ അവനിലാണ്, ആ അല്ലാഹുവിലാണ് ഭരമർപ്പിക്കേണ്ടത്. അള്ളാഹിന്റെ സൃഷ്ടികളിലല്ല, ഏതെങ്കിലും ഖബറിലല്ല, ഏതെങ്കിലും ഔലിയാക്കന്മാരിലല്ല, അമ്പിയാക്കന്മാരിലല്ല, ഏതെങ്കിലും വിഗ്രഹങ്ങളിലല്ല. അവിടെ ഒന്നും ഭരമർപ്പിക്കാൻ പാടില്ല, അവിടെ ഒന്നും മനസ്സ് കേന്ദ്രീകരിക്കാൻ പാടില്ല. മനസ്സെപ്പോഴും കേന്ദ്രീകരിക്കേണ്ട ആരാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ സാക്ഷ്യം അംഗീകരിക്കുന്നവനാണെങ്കിൽ അവന്റെ മനസ്സ് എപ്പോഴും അള്ളാഹുവിൽ ബന്ധിതമാണ്. ഹസ്ബി അല്ലാഹ്, അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ഒരാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ ഉണ്ടായിത്തീരേണ്ടതായ കാര്യം. അത് വേറെയും സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്, വൈൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു.
നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചാൽ, അള്ളാഹു നിന്നൊരു ബുദ്ധിമുട്ട് ഏൽപ്പിച്ചാൽ ആ വിഷമത്തെ നിന്നിൽ നിന്ന് മാറ്റാൻ അള്ളാഹ്ക്കല്ലാതെ കഴിയില്ല. നമ്മൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. വലിയ മഹാരോഗങ്ങൾ വരുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ പലയാതി വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ആരെ നിശ്ചയിച്ചതാണ്? അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ നിശ്ചയിച്ച കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കാൻ ആർക്കേ കഴിയും? മനുഷ്യന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് കഴിയോ? ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടല്ലേ കൊറോണ ഉള്ള കാലത്ത് ഒരൊറ്റാളും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. കൊറോണ വ്യാപകമായ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചില്ല. ഒരു ഔലിയായിനെയും കണ്ടില്ല, ഒരു വിഗ്രഹത്തെയും കണ്ടില്ല, ഏതെങ്കിലും സിദ്ധി വിളമ്പുന്നവരായ ആൾ ദൈവങ്ങളെ കണ്ടില്ല. എല്ലാം മാളത്ത് പോയി ഒളിച്ചില്ലേ, ആരും ഉണ്ടായില്ല. ഓൽക്ക് ഓല കാര്യത്തിൽ തന്നെ പേടിയാണ്. ഓൽക്ക് കൊറോണ വരും എന്നുള്ള പേടിയിലാണ് ഓല്. പിന്നെ എങ്ങനെയാ ഈ മഹാവിപത്തിനെ മാറ്റാൻ വേറൊരു ആൾക്കാർ ഓലത്ത് പോയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ കൊറോണ കാലം 2 കൊല്ലത്തിൽ ആരും പുറത്തിറങ്ങിയില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു തആല കാര്യം നിശ്ചയിച്ചാൽ വലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ മാറ്റാൻ കഴിയില്ല. അപ്പൊ ചോദിക്കേണ്ട ആരാണ്? ആരാധിക്കേണ്ട ആരാണ്? ആ മാറ്റാൻ കഴിയുന്നവനായ അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. ഇനി അള്ളാഹു നിനക്ക് ഒരു ഖൈർ വരട്ടെ എന്ന് വിചാരിച്ചാലോ, ഫലാ റാദ്ദ ലിഫദ്ലി, ആ അള്ളാഹുവിന്റെ ഫദ്ലിനെ തട്ടിത്തിരിക്കുവാൻ മാറ്റിത്തിരിക്കുവാൻ ലോകത്തൊരു സൃഷ്ടിക്കും കഴിയില്ല. ഇതാണ് നമ്മളെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ഒരിക്കലും ഏതെങ്കിലും കബറിൽ കേന്ദ്രീകരിക്കില്ല, ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൽ കേന്ദ്രീകരിക്കില്ല, ഏതെങ്കിലും ആൾ ദൈവത്തിൽ കേന്ദ്രീകരിക്കില്ല, ഏതെങ്കിലും സിദ്ധി വിളമ്പുന്ന ഒരാളുടെ അരമനയിൽ മനസ്സ് സൂക്ഷിക്കൂല, അവിടെ പോകൂല, പോകാൻ ഒരാൾക്ക് കഴിയില്ല. അതാണ് ഒരാളുടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചൊരു ഉപദേശം വിശുദ്ധ ഹദീസ് വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. യാ ഗുലാം, ഏ കുട്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, അള്ളാഹുവിന്റെ റസൂൽ മരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു 10 വയസ്സാണ്. ആ 10 വയസ്സുള്ള ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഉപദേശിക്കുന്ന ഉപദേശമാണ് ഇൽം. ഏ കുട്ടി, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മ ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈ, ഈ ഉമ്മത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ലാ യൻഫഉക, അവരാർക്കും ഒരു ഉപകാരം നിനക്ക് ചെയ്യാൻ പറ്റൂല, ഒരു ഉപകാരം ചെയ്യാൻ പറ്റൂല. ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു ലക, അല്ലാഹു തആല നിനക്ക് വേണ്ടി ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ കാരണമാവും അവർ, അല്ലാതെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖദറിനനുസരിച്ച് നിശ്ചയിച്ചൊരു കാര്യമാണെങ്കിൽ ആ നിശ്ചയിച്ച കാര്യങ്ങൾ ആ മനുഷ്യനിലൂടെ നമുക്ക് സംഭവിക്കും എന്നല്ലാതെ ഒരാൾക്കും നിന്നെ അതിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, ഒരു ഉപകാരം നിനക്ക് വരുത്താൻ പറ്റൂല. അത് അള്ളാഹു നിശ്ചയിക്കണം. അതുപോലെ തന്നെ ലോകത്തുള്ള സകല മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി നിന്നൊന്ന് ദ്രോഹിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യല, ലം യളുറൂക, നിനക്കൊരു ദ്രോഹം വരുത്താൻ അവർക്ക് കഴിയില്ല. ബിശൈൻ ലം യളുറുക ഇല്ലാ ബിശൈൻ ഖദ് ഖതബല്ലാഹു അലൈക, അല്ലാഹു തആല ആദ്യമേ നിന്റെ ജീവിതത്തിൽ നിശ്ചയിച്ച കാര്യം എന്തോ അതല്ലാത്ത മറ്റൊരു ദ്രോഹവും ഏൽപ്പിക്കാൻ ലോകത്ത് മുഴുവൻ മനുഷ്യന്മാർ വിചാരിച്ചാലും കഴിയില്ല. അപ്പൊ അള്ളാഹ് വിചാരിച്ചാലേ നടക്കൂ എന്ന് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും സൃഷ്ടിയിൽ നമ്മൾ നമ്മുടെ മനസ്സ് പണയം വെക്കുമോ? ഏതെങ്കിലും ആളിൽ നമ്മൾ അഭയം തേടുമോ? അള്ളാഹു അല്ലാത്ത. ഇതാണ് തൗഹീദ്. ഇതാകുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമയുടെ താല്പര്യം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് വിരുദ്ധമായി ലോകത്ത് എന്ത് നടക്കുന്നുണ്ടോ അതൊക്കെ ഖുർആൻ വ്യക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തബാറകല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. തബാറകല്ലദീ, ഒരുവൻ എത്രമാത്രം അനുഗ്രഹീതനാണ്, അനുഗ്രഹം ഉടയവനാണ്. ലഹു, അവനുള്ളതാണ് മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അവന്റെ കയ്യിലാണ്. വേറെ ആർക്കും ദുനിയാവിൽ ആധിപത്യവും ഇല്ല. അള്ളാഹു തആല നിശ്ചയിച്ച ആധിപത്യമുണ്ട്. ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും ഭരണാധികാരം കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന അധികാരം നീ താഴെയിറക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ഇസ്സത്ത് കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവന് നീ നിന്ദത കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്ന അള്ളാഹ് കൊടുക്കുന്നതാണ്, അത് മനുഷ്യനുണ്ടാക്കുന്നതല്ല. അപ്പൊ ആ ആധിപത്യം ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. മുൽക്കുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ, ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയിലുള്ള സംഗതിയുടെയും ആധിപത്യം അള്ളാന്റെ കയ്യിലാണ്. വഇൻദഹു ഇൽമുസ് സാഅ,
സാഅത്ത്, ഈ ലോകം എന്നാണ് അവസാനിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഇൽമും അള്ളാന്റെ കയ്യിലാണ്, വേറെ ആർക്കും അതില്ല. വഇലൈഹി തുർജഊൻ, അവങ്കലേക്കാകുന്നു മടക്കം. വലാ യംലികുല്ലദീന യദഊന മിൻ ദൂനി, പിന്നെ പറയാൻ ശ്രദ്ധിക്കണം, വലാ യംലികുല്ലദീന യദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ആരും ഉടമപ്പെടുത്തുന്നില്ല അശ്ശഫാഅത, അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്ത് നേടിത്തരാമെന്നുള്ള വിചാരം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഉടമപ്പെടുത്തൽ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആർക്കുമില്ല. ഇല്ലാത്തൊരു കാര്യമാണ് അവന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടും, മറ്റേത് കിട്ടും എന്നൊരാൾ വിശ്വസിക്കുന്നത്. അള്ളാഹ് അങ്ങനെ ഒരു അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ ആധിപത്യം ആർക്ക് ശഫാഅത്ത് വേണം അത് അള്ളാഹ് തീരുമാനിക്കുന്നതാണ്. അത് വേറൊരു വിഷയം. അതേപോലെ ഞാൻ പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബ്. ഈ ആകാശങ്ങള്, ഭൂമി, സംരക്ഷണം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്കു, അവനാണ് സകല ആധിപത്യവും ഉള്ളത്, അവനല്ലാത്ത ഒരാൾക്കും ഒരു ആധിപത്യവും ഇല്ല. വല്ലദീന തദഊന മിൻ ദൂനിഹി, അവന് പുറമെയായി നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ ലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല മിൻ ഖിത്മീർ, ഒരു ഖിത്മീർ പോലും. ഖിത്മീർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, കാരക്കന്റെ കുരുണ്ടാവും, ആ കുരുന്റെ മേലെ വെളുത്ത പാടണ്ടാവും, വളരെ ലോലമായ ഒരു പാട. ആ പാട പോലും അതുപോലും ഉണ്ടാക്കാൻ ഉള്ള കെൽപ്പ് ഉടമപ്പെടുത്താത്തവരാകുന്നു അള്ളാഹുവിന് പുറമെ ആരോടൊക്കെ പ്രാർത്ഥിക്കപ്പെടുന്നു അവരൊക്കെ. ഇതാരൊക്കെ പെടും? ഈസാ നബി പെടും, മൂസാ നബി പെടും, അങ്ങനത്തെ സകല അമ്പിയാക്കന്മാരുടെ വിഷയം ഈ ആയത്തിന്റെ പരിധിയിൽ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്ത് ആരോടൊക്കെ മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു അവർക്കൊന്നും എന്തില്ല, ഒരു കാരക്കുരുവിന്റെ മേലെയുള്ള പാട പോലും ഉടമപ്പെടുത്താനുള്ള കെൽപ്പില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, അവരോട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലാ യംലികൂന, അവരുടമപ്പെടുത്തുന്നില്ല കേട്ടോ. കസ്വല്ലുറി അൻകും, നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസത്തെ നീക്കിക്കളയാൻ, എടുത്തു കളയാൻ. വലാ തഹ്വീല, അത് ഇന്ന് വേണ്ട നാളെ മതി നിശ്ചയിക്കാനും കഴിയൂല. പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇതിന് കഴിയുന്ന ആരാണ്? അള്ളാഹ്ക്കാണ്. അള്ളാഹ്ക്കല്ലാതെ അള്ളാഹിന്റെ സ്ത്രീകൾ ഒരാൾക്കും കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു പ്രയാസത്തെ ഉണ്ടാക്കി തരാനോ ഒരു ബുദ്ധിമുട്ടുകൾ നീക്കാനോ വേണ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ട ഒരാളെടുത്തും പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോകുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ ആശയത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതുവഴി ചെയ്യുന്നത് അവൻ ഇസ്ലാമിന്റെ പുറത്തു നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്നത് എന്ത് ന്യായം പറഞ്ഞാലും ശരി, പല ജാതി ന്യായങ്ങളും മുസ്ലിം ഉമ്മത്തിൽ ഇത്തരം ശിർക്കിയായ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും എന്ത് ന്യായം പറഞ്ഞാലും ശരി, വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ഖണ്ഡിതമായ നിലപാടിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും നമ്മുടെ ഈമാനെയും നമ്മുടെ ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ ഒന്നാമത്തെ ബാധ്യത നമ്മൾക്കാണ്, മറ്റുള്ളവർക്കല്ല. അത് കാത്തു സൂക്ഷിച്ചെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ലാത്ത അവസ്ഥ വരും എന്ന കാര്യം നമുക്ക് ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബലാകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക ഉപകാര ഉപദ്രവങ്ങളെ ഉടമപ്പെടുത്തവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹ് മാത്രമാണ്. വേറെ ദുനിയാവിൽ അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് ആർക്കെന്തില്ല, അതിനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ഉപകാരം കിട്ടാനോ ഉപദ്രവം തടുക്കാനോ വേണ്ടിയിട്ട് അള്ളാഹു അല്ലാത്ത അള്ളാഹിന്റെ സൃഷ്ടികളെ സമീപിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമയുടെ താല്പര്യത്തിനെതിരാണ്. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചില ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലേ, കൈമൽ ചില വളയം കെട്ടും. വേറെ ചില ആൾക്കാർ ചോപ്പും കറുപ്പും എല്ലാം കൂടി ഈ സാധനങ്ങളൊക്കെ കൈമ കെട്ടിയിട്ട് കാണാം. എന്തിനാ അത് കെട്ടണത്? അതൊരു സംരക്ഷണമാണ്. ചില ആൾക്കാർ ഊതി കെട്ടിയിട്ടുണ്ടാവും, വേറെ ചില ആൾക്കാർ ജപിച്ച് കെട്ടിയിട്ടുണ്ടാവും, വേറെ ചില ആൾക്ക് ഉറുക്ക കെട്ടിയിട്ടുണ്ടാവും, ആ അമ്പലത്തിൽ നിന്ന് കിട്ടിയായിരിക്കും, ഏതെങ്കിലും ദർഗയിൽ നിന്ന് കിട്ടിയാണ്. അങ്ങനെ പല സ്ഥലത്തും കിട്ടുന്ന സാധനങ്ങൾ കൈമ കെട്ടിയിട്ട് കൊണ്ടെടുക്കും. എന്താ ഇതെന്തിനാ കെട്ടുന്നത്? ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും വരൂല. ഇത് കെട്ടിടത്തോളം കാലം എനിക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. അവരെങ്ങനെ വിചാരിക്കാൻ ഒരു മിഥ്യാധാരണയാണ്, ഒരു ശൈത്താൻ തോന്നിച്ചു കൊടുക്കുന്ന സന്തോഷമാണത്. അത് വെച്ചുകൊണ്ടാണ് ഇവൻ ജീവിക്കുന്നത്. കാലാകാലം അങ്ങനെ ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. നഫ്അ് എന്ന് പറയുന്ന ഈ സംഗതിയെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, മനസ്സ് പണയം വെക്കുന്നവരായ ആളുകൾ. വിശുദ്ധ ഖുർആൻ അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള കാര്യമാണത്.
അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനും തിരു സുന്നത്തും പറഞ്ഞിട്ടുണ്ട്. മൻ തഅല്ലക തമീമതൻ ഫഖദ് അസ്റക വക്കല ഇലൈ എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. വല്ലവനും ഏലസ് കൈമ കെട്ടിയാൽ അല്ലെങ്കിൽ മേലെ എവിടെങ്കിലും കെട്ടിച്ചാൽ ബന്ധിച്ചാൽ, അങ്ങനെ ഏലസ് കെട്ടുന്നതിനാ ചില ആൾക്കാർ കാർണവളൊക്കെ തൂക്കിയിട്ടുണ്ടാവും, കൈമ തൂക്കിയിട്ടുണ്ടാവും, കഴുത്ത് കെട്ടിയിട്ടുണ്ടാവും. പല ആൾക്കാർ പല മതക്കാരിലുണ്ട്, മുസ്ലിമീങ്ങളിലും ഉണ്ട്. അങ്ങനെ വല്ലവനും ചെയ്ത മൻ തഅല്ലക തമീമതൻ കെട്ടിയാൽ ഫഖദ് അസ്റക, അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തവനാണ്. അല്ലെങ്കിൽ വക്കലയിലൈ, അതിലേക്ക് എന്ത് ചെയ്തു? തവക്കുലാക്കി. തവക്കുലാക്കേണ്ട ആരാ? അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട പറഞ്ഞു. ഈ കൈമക്കടന്ന ഈ ഇരുമ്പ് വളയത്തിൽ തവക്കുലാക്കുന്നു. ഇതുണ്ടായാൽ എനിക്കൊന്നും പറ്റൂലട്ടോ, ഒരു അപകടം സംഭവിക്കൂലട്ടോ എന്ന് വിചാരിക്കുക. ഇതൊക്കെ എന്താണ്? നഫും ദാറും അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ്. അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമയുടെ ആശയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗുരുതരമായ കുറ്റമായി ഭവിക്കുന്ന സംഗതിയാണ്. ഇന്ന് ആൾക്കാർക്ക് അറിയില്ല, അതിന്റെ ഗൗരവം ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും ആക്ഷേപിക്കേണ്ടതൊന്നുമില്ല. ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി തിരുത്തി കൊടുക്കുക. അവരുടെ പരലോകം രക്ഷപ്പെടാൻ, ദുനിയാവ് നന്നാകാൻ വേണ്ടിയില്ല, പരലോകം രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ ഇല്ലാഞ്ഞാൽ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവുകയും അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല